ഞാൻ കല്യാണത്തിന് മുമ്പ് പ്രഗ്നന്റ് ആയിരുന്നു. നിർത്തിയില്ലെങ്കിൽ ഓരോ വർഷം ലീവിന് വരുമ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ആയിക്കൊണ്ടിരിക്കും. അവസാനം ഞാൻ നോക്കണ്ടേ, ഒന്നുകൂടെ വേണം ഇപ്പൊ ഒരു ആഗ്രഹം. പക്ഷെ ഇവൻ സമ്മതിക്കത്തില്ല. ഒരു അനിയനോ അനിയത്തി വേണ്ടേ? കാര്യം കാരണം എന്താ പോലെ പുതിയൊരാള് വന്ന അതായിരിക്കുമല്ലോ. അതായത് ഇവൻ എന്റെ കൂടെ കിടക്കണം, എന്റെ കയ്യിലാ കിടക്കണേ, അങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ മാറിപ്പോവും എന്നുള്ളൊരു ചിന്തയായി കൊച്ചു പ്രായത്തിലെ. അതുകൊണ്ട് നമ്മൾ വേറൊരു കുഞ്ഞിന്റെ കാര്യം പറയുമ്പോഴേ ഇവിടെ കിടന്ന് നിലവിളിക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യും. വേണ്ട വേണ്ട. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് എന്താണ് തോന്നിയത്? അതായത് ഈ ഒരു വീഡിയോ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ആർക്കായാലും തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്താണ് ഈ വന്നിട്ട് ഓപ്പൺ ആയിട്ട് പറയുന്നത്? അതായത് കൊച്ചിരിക്കെ വന്നിട്ട് ഇവർ പറയണതാണ് കൊച്ചുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഗർഭിണിയാവാൻ പറ്റുന്നില്ല എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് എന്ത് മോശമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഭൂരിഭാഗം പേർക്ക് അത് കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ അടിയിൽ ഇത്രയും നെഗറ്റിവിറ്റി അവർക്ക് വരുന്നത്. അത്യാവശ്യം എല്ലാവരും വന്നിട്ട് ഇവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്, നിങ്ങൾ എന്ത് സ്ത്രീയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നു. ഭർത്താവ് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഗർഭിണിയാവുന്നു. അതായത് ഭർത്താവ് പുറം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഓരോ പ്രാവശ്യം ലീവിന് വരുമ്പോഴത്തേക്ക് ഇവരെ ഗർഭിണിയാക്കിയിട്ട് പോകുക, അതൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നു. അതേപോലെ മോൻ കൂടെ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും നടക്കുന്നില്ല എന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഭവം. ഇത് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായത്, ഈ ഒരു ഷോർട്ട് കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലായത്. പക്ഷേ ഇതിന്റെ റിയാലിറ്റി എന്താ നോക്കുമ്പോഴത്തേക്ക് റിയാലിറ്റി നേരെ ഡിഫറൻ്റ് ആണെന്നുള്ളതാണ് അതിന്റെ ഒരു കേസ്. അപ്പൊ ഇതിന്റെ റിയാലിറ്റി നമുക്ക് നോക്കുന്നതിന് മുന്നേ ഇവരുടെ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ സാലിഹ ഷാജഹാൻ എന്ന് പറഞ്ഞൊരു ചാനലാണ്. അപ്പൊ ഈ ഒരു ചാനൽ ഏകദേശം 1 million+ സബും കാര്യങ്ങളൊക്കെ ഉള്ള ചാനലാണ്. അപ്പൊ അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ചാനലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു ക്ലിപ്പ് ഇത്രയും വൈറലായി പോയാൽ വന്നിട്ട് അതിന് അത്രയും നെഗറ്റിവിറ്റി അതിന്റെ അടിയിൽ വരാൻ കാര്യം. അപ്പൊ ഈ ഇത്രയും നെഗറ്റിവിറ്റി അതിന്റെ അടിയിൽ വന്നപ്പോഴത്തേക്ക് ഇവർ ഇതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയിട്ട്. നമ്മൾ അറിയത്തില്ല, നമ്മുടെ ബ്ലോഗ് ഒന്നും കാണാത്തവരായിരിക്കാം, ജസ്റ്റ് ഷോർട്ട് കാണുന്നവരാണ്. അപ്പോൾ എനിക്കതൊക്കെ വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലെ ഉറക്കം വന്നില്ല, ഭയങ്കര ടെൻഷനും വിഷമമൊക്കെ ആയിപ്പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. അതെന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്ത ചേട്ടൻ്റെ മനസ്സിലിപ്പോൾ ഈ വീഡിയോ ഓടണമെന്നാണല്ലോ. എല്ലാവരും അങ്ങനെയാണ്, ഈ ഇന്റർവ്യൂ എടുക്കാൻ വന്നവർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇത്രയും ദൂരം അവർ കാറ് പെട്രോൾ അടിച്ച് വന്നു ഇത്രയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും വീഡിയോ ഓടണം, റീച്ച് ആവണം. ആ ഷോർട്ടിലൂടെ ബ്ലോഗ് ഈ ലോങ് വീഡിയോ കയറി കാണണമെന്നാണല്ലോ അവരും ചിന്തിക്കുന്നത്. എന്തായാലും അവരുടെ ഉദ്ദേശം നടന്നിട്ടുണ്ട്. അതെന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റീച്ച് ആയിട്ടുണ്ട്. പക്ഷെ ആ റീച്ച് ആവാനായിട്ട് ബലിയാടായത് ഈ പുള്ളിക്കാരിയാണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇതിന്റെ റിയാലിറ്റി എന്താന്ന് നോക്കുമ്പോഴത്തേക്കും ഇവർ ഈ ഒരു സംഭവം ആ ഒരു പോഷൻ മാത്രം കാണുമ്പോഴത്തേക്കും ഉള്ളതല്ല അതിന്റെ സത്യാവസ്ഥ. ഇവർ ശരിക്കും അവിടെ വേറെ, അതായത് ഇവരെ കസിൻ സിസ്റ്ററിനെ പറ്റിയിട്ടാണ് ഇവരവിടെ പറയുന്നത്. അതിനെപ്പറ്റി പറഞ്ഞതിനകത്ത് ആ കസിൻ എന്നുള്ള സംഭവം അങ്ങ് എടുത്തങ്ങ് കളഞ്ഞിട്ട് നൈസായിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് എന്തായി അത് ഇവരെ പറ്റി പറയുന്ന പോലെയാണ് ആ സംഭവം കൺവേ ആയത്. അപ്പൊ ബാക്കി കൂടെ കാണാം. അവർ ചിന്തിക്കുന്ന രീതിയിൽ എഡിറ്റ് ചെയ്തും കിട്ടും. ഞാൻ പറഞ്ഞതിന്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് കേട്ട് നോക്കിയാൽ ഞാൻ എൻ്റെ ഒരു കസിൻ സിസ്റ്ററിനെ പറ്റി മൂന്നാമതൊരു കുഞ്ഞ് വേണോ എന്ന ആഗ്രഹം ഉണ്ടോ എന്ന് ഈ ആങ്കർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, എപ്പോഴും ഇതുപോലെ പറഞ്ഞ് കളിയാക്കുവാണ്. ഞങ്ങളുടെ ഒരു ബന്ധു ഒരു അനിയത്തിയുണ്ട്, അനിയത്തി. അപ്പൊ ഇവരെ അടുപ്പിച്ചടുപ്പിച്ച് വലിയ വ്യത്യാസമില്ലല്ലേ, ടിങ്സ് പോലെ ആയിപ്പോയി. അപ്പൊ അണ്ണ ഈ കൂടുതൽ നാൾ ഇവിടെ നിൽക്കായിരിക്കുന്നില്ല, നന്ന പൊക്കോ. എന്നിട്ട് നമ്മള് സിസേറിയനായിരുന്നു രണ്ടപ്പോ നിർത്തിയപ്പം അവള് പറയും നിർത്തിയില്ലെങ്കിൽ ഓരോ വർഷം ലീവിന് വരുമ്പോ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ആയിക്കൊണ്ടിരിക്കും. അവസാനം ഞാൻ നോക്കണ്ടേ. അതെന്താ പറയേണ്ട, ഞാൻ നോക്കേണ്ട വരുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം നമുക്ക് ഫാമിലിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എപ്പോഴും ഒരു കണക്ഷൻ കാണുമല്ലോ. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വയ്യായ്മ വന്നാലോ അല്ലെങ്കിൽ ഒരു കല്യാണമൊക്കെ വന്നാലോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടല്ല. അത് രണ്ട് തമ്മിൽ അജഗജാന്തര വ്യത്യാസമാണ് ഉള്ളത്. അതായത് ഇവര് ആ ഒരു സംഭവത്തിന്റെ ഫുള്ളായിട്ടുള്ള പോഷൻ കേൾപ്പിച്ചപ്പോഴാണ് നമുക്കത് മര്യാദക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലാവണത്. അല്ലെങ്കിൽ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് എന്താ വിചാരിക്കും ഇവരാണെന്ന്, ഇവരെ പറ്റിയാണ് ആ പറഞ്ഞതെന്ന്. ഇവര് ഈ അനിയത്തിയുടെ, അതായത് കസിൻ അനിയത്തിയുടെ മോനെ ആ ഒരു കൊച്ചിനെ നോക്കുന്ന കേസാണ് ഇവര് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് ഇവരുടെ മക്കളെ നോക്കുന്ന ഒരു സംഭവം കേട്ട് ആ സംഭവം മാറി എന്നുള്ളതാണ്. അതാണ് ഈ എഡിറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഓരോ സംഭവങ്ങൾ. അത് ഇപ്പൊ ആ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ആളുടെ മൈൻഡിനകത്ത് ചിലപ്പോൾ ഇത് റീച്ച് ആവണം, അപ്പൊ ഇങ്ങനെ അപ്ലോഡ് ചെയ്താലാണ് റീച്ച് ആവാന്നൊക്കെയുള്ള ഒരു മൈൻഡ് ഉള്ളതുകൊണ്ടായിരിക്കാം. അറിയാലോ, കല്യാണം കഴിഞ്ഞ് കടവും ഇതൊക്കെ ആയി. അപ്പൊ അത്ത ഒരുപാട് നാളെ നിന്നില്ല. 15 ദിവസമായപ്പോഴത്തേക്ക് എൻ്റെ അത്ത സൗദിയിൽ തിരിച്ച് പ്രവാസിയായി പോയി. അത് കഴിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആയി ഒരു 4 മാസം. അപ്പൊ അണ്ണനും തിരിച്ചു പോയി. അപ്പോൾ പ്രഗ്നന്റ് ഡെലിവറി സമയത്ത് ഞാനും എൻ്റെ അമ്മായും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ അമ്മ എന്തിനെന്നാ ഓടണം, ബില്ലടയ്ക്കാൻ ഓടണം, മരുന്ന് വാങ്ങാൻ ഓടണം, അങ്ങനെ
കാരണം അത്യാവശ്യം എല്ലാ കാര്യത്തിലും ഒരു അമ്മ ഓടണം, നമ്മളെ വേദ് കുളിപ്പിക്കണം, കുഞ്ഞിനെ നോക്കണം, ആദ്യം ഡെലിവറി ചെയ്യാൻ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മയുടെ ചേട്ടൻ്റെ മോളാണ് സാച്ചിയായിട്ട് ഭയങ്കര കമ്പനിയാണ്. തീരെ കൊച്ചു വെച്ചല്ല, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ്. അപ്പോൾ പുള്ളിക്കാരത്തി വന്ന് നിന്ന് നോക്കി, മോനുകുട്ടൻ്റെ ഡെലിവറിയിൽ പൊന്നൂസ് കുഞ്ഞാണല്ലോ, 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആയ സമയം. അപ്പം ആ സമയം പൊന്നൂസിനെ നോക്കിയതും സാച്ചിയാണ്. അപ്പം ഞാൻ അന്ന് വീഡിയോ കോളൊക്കെ വിളിക്കുന്ന സമയത്ത് സാച്ചിയെ കാണിക്കുമ്പോൾ സാച്ചി പറയും, നിങ്ങൾക്ക് അങ്ങനെ അവിടെ ഇരുന്ന് സൂചിച്ചാൽ മതില്ല, ഞാനില്ല ഇവിടെ ഒന്ന് കഷ്ടപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ കസിൻസിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കലില്ലേ. അപ്പോൾ ആ ഒരു ടോക്കാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു പോയത്. അത് സിസ്റ്റർ പറഞ്ഞ കാര്യം കട്ട് ചെയ്തിട്ട് ഓരോ വരവിന് വരുമ്പോഴും ഇങ്ങനെ ഗർഭിണി ആയിക്കൊണ്ടിരിക്കും, ഞാൻ നോക്കണം എന്നുള്ള അവിടം തൊട്ടാണ് വന്നത്. എൻ്റെ പൊന്നേ, എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ ഈ വീഡിയോയ്ക്കകത്ത് കമൻസുകൾ വായിക്കുന്നില്ല. കാരണം അത് വായിക്കാനുള്ള ത്രാണി എനിക്കില്ല. അതെന്തായാലും ഒരുമാതിരി പരിപാടിയായി പോയെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം ഇവരൊരു ഇന്റർവ്യൂ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഇന്റർവ്യൂ ആരാണോ മേടിച്ചത് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതെങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ഉള്ളതിനകത്ത് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരെ ആരെയാണോ വിളിച്ചത് അവർക്ക് മോശം വരാത്ത രീതിക്ക് ഈ സംഭവം അപ്ലോഡ് ചെയ്യണമെന്നുള്ളത് അത് അവർ ചെയ്തിട്ടില്ല. അത് അവരുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. അതിന് ഇവര് മാന്യമായിട്ടാണ് അത് പറഞ്ഞതെന്നുള്ളത് വലിയ കാര്യം. വേറെ വല്ലവരാണെങ്കിൽ ചിലപ്പോൾ തെറിയൊക്കെ വിളിച്ചേനെ, പക്ഷെ എന്നാലും ഇവരത് മാന്യമായിട്ട് തന്നെ ആ ഒരു സംഭവം പറഞ്ഞ്. പക്ഷെ വേറെ വല്ല ചാനലുകളായിരുന്നു ഇപ്പോൾ ഇവരത് കട്ട് ചെയ്ത് ഇടണമെങ്കിൽ നമുക്ക് പറയാം, അത് ചിലപ്പോൾ അവർ റീച്ചിന് വേണ്ടി ചെയ്തതായിരിക്കും എന്ന് പറയാം. പക്ഷെ ഇവർ ഇന്റർവ്യൂ എടുക്കുന്ന ചാനലുകാർക്കാണ് അതിനകത്ത് ഉത്തരവാദിത്തമുള്ളത്. അപ്പൊ അവര് അങ്ങനെ ചെയ്തത് മോശമായി പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. പിന്നെ അതിൽ എനിക്ക് പറയാൻ മോളെ പിറ്റേ മാസം പ്രഗ്നൻ്റ് ആയി എന്ന് പറയാൻ എനിക്ക് നാണക്കേടൊന്നുമില്ല. കാരണം ഞാനൊരു നേഴ്സ് ആയിരുന്നു, ഇപ്പം അല്ല, ആയിരുന്നു, വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ എത്രയോ സിസേറിയനും എത്രയോ ഡെലിവറിയും എത്രയോ അബോർഷൻസും കണ്ട് ഏതെങ്കിലും നേഴ്സുമാർ വന്ന് കമൻറ്റ് ഇടുക, നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ അയ്യേ എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന്. കാരണം കണ്ട് നമ്മളിപ്പം വക്കീലിനോട് പറയും, ചെറിയൊരു നിസ്സാര കേസിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടറിനോട് പനിയാകുമ്പോൾ പോകുമ്പോൾ നമ്മുടെ അമ്മമാർ അവരൊക്കെ കണ്ട് തഴമ്പിച്ച് കിടക്കുവാണ്, പോലീസിനെ ആയാലൊക്കെ പറയും. അപ്പം അതുപോലെ നമ്മൾ കണ്ട് തഴമ്പിച്ചുകൊണ്ടും എനിക്കത് പറയാനൊരു മടിയോ ഒരു നാണക്കേടോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞത് പിറ്റേ മാസം പ്രഗ്നൻ്റ് ആയി എന്ന്. അപ്പം അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന പ്രശ്നം. ഒരു ആൻറ്റി എന്ന് പറയുമ്പോൾ ഒരു ഈ നമ്മൾ ഈ പണ്ടുള്ള ആൾക്കാർ പറയുമല്ലോ, 2 മലകൾ തമ്മിൽ ചേർന്നാലും ചേരില്ല എന്ന്. അപ്പോൾ പെണ്ണ് തന്നെയാണ് എപ്പോഴും ശത്രു. അപ്പോൾ എന്നെ ജസ്റ്റ് വീഡിയോയിൽ അപ്പൊ ഇവര് പറയുന്നതെന്ന് പറഞ്ഞ ഏതൊരു പുള്ളിക്കാരി ഇവരെ വന്നിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി അടിക്കുന്നു. അപ്പൊ അതിനെ തുടർന്നിട്ടാണ് പുള്ളിക്കാരി ഈ ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരാനായിട്ടുണ്ടായ കാരണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് മാത്രമല്ല, അതിന് മുന്നേ പുള്ളിക്കാരി പറഞ്ഞ ആ ഒരു സംഭവം കൂടെ വലിയൊരു കേസ് തന്നെയാണ്. കാര്യം ഈ പുള്ളിക്കാരിക്ക് ഇത്രയും നെഗറ്റീവ് വരാനായിട്ടുണ്ടായ ഒരു റീസണും പുള്ളിക്കാരി ആ ഒരു വീഡിയോനകത്ത് തന്നെ പറഞ്ഞത് എന്തായാലും നല്ല കാര്യം തന്നെ. ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, സംസാരിച്ചില്ല, പക്ഷെ എന്നെ ഇഷ്ടമല്ലായിരിക്കാം. അപ്പം ജസ്റ്റ് നമുക്ക് വീഡിയോയിലൊക്കെ വന്ന് ബാഡ് കമന്റ് ഇടുമ്പോൾ ഞാനൊരു ചെറു പുഞ്ചിരിയോടെ കളയുന്നത്, ഞാൻ ഒരിക്കലും ബ്ലോക്ക് ചെയ്തിടാറില്ല. അപ്പോൾ ഇപ്പം എൻ്റെ ചാനലിൽ വന്ന് എന്തെങ്കിലും എഴുതി വെക്കുമ്പോൾ ഞാൻ ഡിലീറ്റ് ആയി കളഞ്ഞാലോ എന്ന് കരുതിയാലും ഈ ഇന്റർവ്യൂവിനകത്ത് പോയി എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കും പ്രശ്നമൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമായി. സാധാരണ എന്തെങ്കിലും എഴുതി വെച്ചാൽ പോട്ടെ, ഇത് ഭയങ്കര തന്തയില്ലായ്മ എന്ന് തന്നെ പറയണം. അമ്മാതിരി രീതിയിലാണ് വന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഈ നിമിഷം ഞാൻ റാണിയക്കേനെ ഒന്ന് മനസ്സിനകത്ത് സ്മരിക്കണേണ്. ഇനി അവരെങ്ങനെയാണ് ചിലപ്പോൾ ആവാനായിട്ട് വഴി ഉണ്ടെന്ന് തന്നെ പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. കാര്യം ഈ പുള്ളിക്കാരിയുടെ ഒരു കമന്റ് കഴിഞ്ഞ ദിവസവും കൂടെ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഞാൻ കണ്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പുള്ളിക്കാരി തന്നെ ആയിരിക്കും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഈ റാണി എന്ന് പറയുന്നത് പിന്നെ ഒരാളല്ല, അതൊരു പ്രസ്ഥാനമാണെന്ന് പറയുന്ന പോലെ വേറെ ആൾക്കാരുണ്ടായെന്ന് വരാം. അപ്പൊ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പുള്ളിക്കാരി പിന്നെ പേരൊന്നും പറയണില്ല കേട്ടോ, ആരാണ് കമന്റ് ഇട്ടതെന്ന് പേരൊന്നും പറയണില്ല. കാര്യം അവർക്കൊരു പ്രൊമോഷൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ, ബാക്കിയാണ്. പേരൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ പേര് പറഞ്ഞിട്ട് ചേച്ചി ഫേമസ് ആവണ്ട, ഇല്ലല്ല അങ്ങനെ ഫേമസ് ആവും, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇന്റർവ്യൂവിൽ പോയി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആരാണെന്ന് അത് വലിയ പേരൊന്നും കാര്യങ്ങളും ഇല്ല. കാരണം എനിക്കിപ്പോൾ പറയാൻ പറ്റും എൻ്റെ അത്ര ഇതാണ്, എൻ്റെ അമ്മ ഇതാണ്, എൻ്റെ ഹസ്ബൻഡ് ഇതാണ്, എൻ്റെ മക്കൾ ഇതാണ്. ഈ പുള്ളിക്കാരിക്ക് വന്നിന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരിങ്ങനെ. കാരണം അവർക്കും തെരുവിൽ ഇട്ടും പുള്ളിക്കാരിക്കും ചെപ്പ അടിച്ച് പൊളിക്കുന്ന രീതി അടി കിട്ടും. കാരണം അമ്മ ഒരു തെണ്ടിത്തരങ്ങളൊക്കെ അല്ലേ വന്ന് എഴുതി വെക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് വരെ എനിക്കിഷ്ടമല്ലാത്തൊരു വീഡിയോ ആണെങ്കിൽ ഞാൻ മാറ്റി പോകുമെന്നല്ലാതെ ഇന്ന് വരെ എൻ്റെ കൈ കൊണ്ട് ഒരു ബാഡ് കമൻറ്റ്, ഒരു ബാഡായിട്ടുള്ളൊരു ഇതുപോലും ഞാൻ ഇട്ടിട്ടില്ല. അങ്ങനെ കുറെ സാഡിസ്റ്റുകൾ ഉണ്ടെന്ന് തന്നെ പറയാം. കാര്യം ഇവരുടെയൊക്കെ ഒരു പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടവനെ പറ്റി ഉള്ളതും ഇല്ലാത്തതും, ഉള്ളത് പറഞ്ഞ പിന്നെ പോട്ടെന്ന് വെക്കാം, ഈ ഇല്ലാത്തതൊക്കെ എഴുതി പിടിപ്പിക്കല്ലേ. ഇപ്പൊ ഈ റാണിയുടെ ഒരു സീനൊക്കെ വന്നപ്പോഴത്തേക്ക് അതായിരുന്നു മെയിൻ ആയിട്ടുണ്ടായ വിഷയം. അതായത് ഇവര് ഓരോ കഥ അങ്ങോട്ട് ഉണ്ടാക്കി, ഇവർ ഈ കണ്ട സീരിയലും അല്ലെങ്കിൽ അതും ഇതൊക്കെ കണ്ടിട്ട് ഈ അഭിഷേകവും മറ്റതും മറിച്ചേക്കും തലേനകത്ത് കിടക്കുന്ന ഇതൊക്കെ എടുത്തിട്ട് അങ്ങ് വന്നിട്ട് ഈ അങ്ങോട്ട് ഛർദ്ദിക്കും. ഈ നമ്മുടെ കമന്റ് ബോക്സിനകത്തേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് ഇതാണ് പരിപാടി. അപ്പൊ ഇവര് മെയിൻ ആയിട്ടും ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഇപ്പൊ ഇതേപോലുള്ള ഏതെങ്കിലും സ്ത്രീകൾക്കെതിരെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള കമന്റുകളൊക്കെ കാണുന്നത്. അപ്പൊ ഇതേപോലത്തെ വല്ല സ്ത്രീകളെ കിട്ടുന്നതാണെങ്കിൽ യൂട്യൂബർമാരാണെങ്കിൽ അവരെ പറ്റിയിട്ട് ഒരു കഥ അങ്ങ് ഉണ്ടാക്കും. നല്ല എരിവും പുളിയൊക്കെ ചേർത്തിട്ട് ഇവരൊരു കഥ അങ്ങോട്ട് ഉണ്ടാക്കി അങ്ങോട്ട് കാച്ചും. അപ്പൊ അതേപോലെ എന്തോ ഒരു സംഭവമാണ് ഇവർക്കെതിരെ വന്നേക്കണം. ഇവർക്കെതിരെ ഇങ്ങനെ കമന്റ് ഇട്ടപ്പോഴത്തേക്ക് ഇവർക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവര് പ്രകടിപ്പിക്കാതെ അവര് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. അത് അവരുടെ മാന്യത. കാരണം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ മാറിപ്പോവുക, അല്ലാതെ അവരെ വിഷമിപ്പിക്കാൻ നിന്നിട്ടില്ല. ഞാൻ ഇതുവരെ എനിക്കത് പറയാൻ പറ്റും, 100% ഉറപ്പോടുകൂടി എനിക്ക് പറയാൻ പറ്റും. എനിക്ക് എന്നിൽ ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ്. സ്വയമേ നമ്മളെയാണ് ആദ്യം നമ്മൾ ഇത് ചെയ്യേണ്ടത്. സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് എന്നെ നല്ല ബഹുമാനമാണ്. എനിക്ക് ഞാൻ എന്നെ ബഹുമാനിച്ചാലേ എനിക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പറ്റും. അതത്രേ ഉള്ളൂ. ഇപ്പൊ ഈ കമന്റ് ഇടുന്നവർ വന്നിട്ട് എന്തൊക്കെ തെറിവിളികളോ അല്ലെങ്കിൽ എന്തൊക്കെ അപരാധനങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചാലും നമ്മൾ നമ്മുടെ ഒരു മാന്യത വിട്ടങ്ങട് അവരുടെ സ്റ്റാൻഡേർഡിനകത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുന്നത് തന്നെ എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവർ തമ്മിൽ എന്താ വ്യത്യാസം ആളാണ്. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കമന്റ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അറ്റാക്ക് വരുന്ന പോലെ ആയിപ്പോയി. അപ്പോൾ എന്താണ് അമ്മച്ചി എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് പിറ്റേ മാസം ഞാൻ പ്രഗ്നന്റ് ആയി ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വേലി ചാടി അഴിഞ്ഞാടി നടന്നതിന് ശേഷം ഗർഭം ഉണ്ടായപ്പം വീട്ടുകാർ എല്ലാവരും കൂടെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തതാണ് എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ എൻ്റെ പൊന്നു ചാച്ചി, ഞാൻ ഞങ്ങളുടെ ബർത്ത്ഡേ വന്നാലും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വന്നാലും ഞങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേ വന്നാലും ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഇതിനകത്തൊക്കെ പോസ്റ്റ് ഇടുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം വെറുതെ ഒരു ഡേറ്റ് വന്ന് ഓക്കെ. അപ്പൊ വേലി ചാടിപ്പോയി ഗർഭിണിയായിട്ട് അന്നിട്ടാണ് കല്യാണം കഴിച്ചത്. അതായത് കല്യാണത്തിന് മുന്നേ ഗർഭിണിയാണെന്നുള്ള ഒരു സംഭവമാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് വേണം ഇങ്ങനത്തെ സാധനമൊക്കെ എഴുതി പിടിപ്പിക്കാൻ. അല്ലാണ്ട് ഈ വെറുതെ ഒരാളെ കണ്ട് അയാളെ കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇത് എഴുതി പിടിപ്പിക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുള്ള. ഈ റാണി എന്ന് പറഞ്ഞ ഇവരാണെങ്കിലും ഇത് തന്നെയാണ് ഇവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വെറുതെ ഇങ്ങനെ കണ്ടവരെ പറ്റി ഇങ്ങനെ അങ്ങ് എഴുതി പിടിപ്പിച്ചോണ്ടിരിക്കുന്നത്. അവര് തന്നെ ആയിരിക്കണം മിക്കവാറും. അപ്പം ഞങ്ങൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിഞ്ഞ് നല്ല സന്തോഷമായി കല്യാണം കഴിച്ച ആൾക്കാരാണെന്ന് അതിൽ വന്ന ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. അപ്പൊ സാക്ഷിക്ക് അത് പറ്റാത്ത എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് വൃത്തിയായിട്ട ഒരു സ്ത്രീയാണെന്ന് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കല്യാണത്തിന് മുമ്പ് പ്രഗ്നന്റ് ആയിരുന്നു. ഇതാണ് ഈ ചേച്ചി പറഞ്ഞൊപ്പിക്കാൻ നോക്കുന്നത്. അപ്പം ഇത് എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഇതൊന്നും പെണ്ണുപിള്ളേ നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ കാണിക്കാം എന്നൊരു സമാധാനത്തിന്. ഇതിനകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾ ഇത് ഒറിജിനൽ ആകട്ടോ, ഒറിജിനൽ. ഇതിനകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഡേറ്റ് ഓഫ് മാരേജ് 26/4/2015 ഏപ്രിൽ 26-ാം തീയതിയാണ് എൻ്റെ വെഡിങ് ആനിവേഴ്സറി. ഞാൻ വീഡിയോസ് കഴിഞ്ഞ വർഷം ഇട്ടതും കേക്ക് മുറിച്ചതും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാം. പിന്നെ ഇതാണ് ദാറുസലാം ഓഡിറ്റോറിയം, കാര്യറ, വിളക്കുടി പഞ്ചായത്ത്. ഓഡിറ്റോറിയത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന നല്ല അടിപൊളി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് എൻ്റെ അണ്ണൻ്റെ കല്യാണം നടന്നത്. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഞാൻ ഇതൊക്കെ ഈ പെണ്ണുപിള്ളെ കാണിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു ഉളുപ്പോ എന്തെങ്കിലും ഒന്ന് എന്തോ പറഞ്ഞു പോയല്ലോ എന്നുള്ളൊരു മൈൻഡ് നിങ്ങളുടെ മനസ്സിൽ തോന്നാൻ വേണ്ടിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. കാരണം ഇതുകൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കാനുള്ള കാര്യം, ഇവരെ ഇപ്പൊ ഇതൊക്കെ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും ഇവരൊന്നും നന്നാവാനേ പോലുള്ള കാര്യം. ഇവരൊക്കെ അതിൽ നിന്നൊരു സുഖം കണ്ടെത്തിയിട്ട് പോകുന്ന ആൾക്കാരാണ്. ഈ പ്രത്യേക തരം ഒരു മെന്റാലിറ്റിയാണ് ഇവർക്കൊക്കെ ഉള്ളത്. ഇവർ ഈ ഓരോരുത്തരെ പറ്റിയിട്ട് ഈ അപരാധങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇവർക്ക് എന്തൊക്കെയോ മനസുഖങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പണി പിന്നെയും ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. കാര്യം ഇതിനൊരു അന്ത്യമില്ലാണ്ടേ. ഇപ്പൊ എൻ്റെ ഒരു കമന്റ് തന്നെ എടുത്തു നോക്കിയപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ അങ്ങോട്ട് പോണേണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഒരാൾക്ക് എന്തെങ്കിലും ജോലിയും കൂലിയൊക്കെ ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കാൻ പറ്റണമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാര്യം അമ്മാതിരി കമന്റൊക്കെയാണ് ഇവർ എഴുതി പിടിപ്പിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സുഖം കിട്ടാണ്ട് ഇവർ ഈ പണിക്ക് നിൽക്കൂല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇവര് പിന്നെ ഈ എഗ്രിമെന്റ് അല്ല, ഇവരുടെ ഈ കല്യാണത്തിന്റെ സംഭവമൊക്കെ കാണിച്ചു കഴിഞ്ഞാലും പ്രത്യേകിച്ച് യാതൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ വല്ല കേസൊക്കെ കൊടുത്ത് ഇവരെ അങ്ങനെ വല്ല പൂട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കണ്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.